നമ്മൾ ഡി സി മെഷീൻസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തിൻ്റെ പേര് ഡി സി മെഷീൻസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡി സി മെഷീൻസിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഡി സി ജനറേറ്റർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഡി സി മെഷീൻസ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് മെഷീൻസും ഉണ്ട്, സ്റ്റേഷനറി മെഷീൻസും ഉണ്ട്. അതിൽ ഡി സി മെഷീൻസ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മെഷീൻസാണ്. സ്റ്റേഷനറി മെഷീൻസിൽ വരുന്ന ട്രാൻസ്ഫോമർ അത് എ സി മെഷീനാണ്. അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് മെഷീൻസും എ സി മെഷീൻസും ഉണ്ട്, ഡി സി മെഷീൻസും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് ഡി സി മെഷീൻസാണ്. അപ്പോൾ അതിലൊന്ന് ജനറേറ്ററും അതുപോലെ തന്നെ 2 മോട്ടറുമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനും ക്ലാസിഫിക്കേഷനും അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡി സി മെഷീൻസ് എന്താണ് എന്ന് നോക്കാം അല്ലേ. ആദ്യം മെഷീൻസിനെ, ഇലക്ട്രിക്കൽ മെഷീൻസിനെ ഞാൻ പറഞ്ഞ പോലെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡി സി മെഷീൻസും അതുപോലെ തന്നെ എ സി മെഷീൻസും. അപ്പോൾ അതിൽ നമ്മൾ ഡി സി മെഷീൻസാണ്. ഡി സി മെഷീൻസിൽ ഞാൻ പറഞ്ഞു ജനറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മോട്ടറും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജനറേറ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡി സി ജനറേറ്റർ. എന്താണ് ഡി സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ എന്താണ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ പഠിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് അറിയേണ്ട കാര്യമാണ് എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ എം എഫ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്ന മെഷീനിനെ പറയുന്നതാണ് ജനറേറ്റർ. അതായത് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ നമ്മളൊരു മെക്കാനിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീനിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ജനറേറ്റർ എന്ന് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡി സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രാമായിട്ട് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ എനർജീനെ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദ എനർജി കൺവേർഷൻ ഇൻ ജനറേറ്റർ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലേ. നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ കുറിച്ച് അല്ലേ. അതായത് ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്റ്റേഷനറി കണ്ടക്ടർ ഉണ്ടാവും, അതൊന്ന് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിട്ടുണ്ടാവും, കണ്ടക്ടർ മൂവ് ചെയ്യുകയാണ്. ഈ 2 രീതിയിലായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യാം. ആ കണ്ടക്ടറിൽ എന്ത് ചെയ്യും, എങ്ങനെയായാലും മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്താലും അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്താലും എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ അതിലെന്തുണ്ടാവും, ഇ എം എഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡും ഇ എം എഫ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സാധനമാണ് അല്ലേ. ഇ എം ഐ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, whenever a conductor cuts a magnetic flux and dynamically induced EMF is produced in according to Faraday's laws of electromagnetic induction. അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ കണ്ടക്ടർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ എന്തുണ്ടാവും എന്നാണ് പറഞ്ഞത്, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും, ഡൈനാമിക്കലി ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് എന്ത് മുഖേന, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മുഖേന. അതായത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതാണ്, വെനെവർ എ കണ്ടക്ടർ കട്ട്സ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് കണ്ടക്ടർ എന്നുള്ളതാണ് എന്ത്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാവുന്നു, ഒരു ആർമേച്ചറിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ആവാം, കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുക. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ കൂട്ടത്തിനെ, അതായത് നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത്. ആ ഫ്ലക്സിനെ നമ്മളൊരു കണ്ടക്ടർ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ എന്തുണ്ടാവും, ഇ എം എഫ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദിസ് ഇ എം എഫ് കേസസ് എ കറണ്ട് ഫ്ലോ ഇഫ് ദ കണ്ടക്ടർ ഈസ് ക്ലോസ്ഡ്, സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. അതായത് നമ്മളിപ്പോൾ ഈ ഉണ്ടാവുന്ന ഇ എം എഫിനെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ ഇ എം എഫ് യൂസ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് എന്നുണ്ടെങ്കിൽ അതിലൂടെ കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, ഈ ഇ എം എഫിനെ യൂസ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്.
അതായത് രണ്ട് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലുള്ള ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ പോകുന്നത്. അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഇ എം എഫ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിനെയാണ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഇ എം എഫ് വേണം. അപ്പോൾ ആ ഇ എം എഫിനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറേറ്ററിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് രണ്ട് ലോ ആണ് എന്ത് ജനറേറ്ററിൽ വരുന്നത്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് എന്താ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞ ഒരു നിയമം അല്ലേ. ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ, അതായത് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അതായത് ഈ ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ എന്താണ് ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് എന്തു മുഖേനയാണ്, ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ മുഖേനയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞ ആ ഒരു നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടർ മുകളിലേക്കാണ്, മോഷൻ മുകളിലേക്കാണ് കാണിക്കുന്നത് അല്ലേ. ഈ കണ്ടക്ടർ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഫീൽഡിൻ്റെ കണക്ഷൻ എങ്ങോട്ടാണ്, അതായത് ഫ്ലക്സിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ ഇ എം എഫ് ഇങ്ങോട്ട്, അതായത് നമ്മൾ ഒരു എന്താ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് എന്താ വെച്ചാൽ, നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള രീതിയിൽ നമ്മൾ ഫ്ലക്സിനെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ്, മൂന്ന് വിരലുകളെ, അതായത് എന്താ തമ്പ്, ഫോർ ഹാൻഡ്, അതായത് സെക്കൻഡ് ഫിംഗർ എന്നീ പിന്നെ മൂന്ന് ഫിംഗറുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുകയാണ്. അതായത് എക്സ് വൈ സെഡ് എന്ന പോലെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് മൂന്ന് ആക്സിസ് പോലെ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം എങ്ങനെയായിരിക്കും, നോർത്ത് നിന്ന് സൗത്തേക്ക്. അതെങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടക്ടറിൻ്റെ ഇത് മുകളിലേക്കുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഫിഗർ, അതിൽ ഫോർ ഫിംഗർ എന്താ ഇരിക്കുന്നത് ഫീൽഡിൻ്റെ ഡയറക്ഷനും, പിന്നെ കണ്ടക്ടറുടെ മോഷനാണ് തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സെക്കൻഡ് ഫിംഗറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും എന്ത് എന്നാണ് പറയുന്നത്, ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ നമ്മൾ നേരെ തിരിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നോർത്ത് സൗത്തുള്ളോർത്ത് നോർത്ത്, നോർത്തുള്ളോർത്ത് സൗത്തും ആണെങ്കിൽ ഇ എം എഫ് എങ്ങോട്ടായിരിക്കും, നേരെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരുന്നതിന് പകരം പുറത്തോട്ടായിരിക്കും. അപ്പോൾ കണ്ടക്ടറിൻ്റെ മോഷൻ എങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും. മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. അത് നമ്മൾ മോട്ടറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ സമയം അത് നമുക്ക് മോട്ടർ മൂന്നാമത്തെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റൂള് പഠിക്കാം. ഓക്കെ, അതും ഇതുപോലെ തന്നെയാണ്. നമുക്കത് മോഷൻ ഓഫ് കണ്ടക്ടറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ രണ്ട് ലോസാണ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെന്ത് ജനറൽ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ കണ്ടക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പീസ് ഓഫ് കണ്ടക്ടർ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിനെ നമ്മളൊരു ജനറേറ്ററായിട്ടൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഇ എം എഫ് ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് മാത്രമേ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മെഷീൻ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതുപോലെ തന്നെയാണ് എന്തിൽ ചെയ്യുന്നത്, ഡി സി മെഷീനിൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ കൂടി നമ്മളിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഒരു സിംഗിൾ കണ്ടക്ടർ വെച്ചിട്ടാണ് അല്ലേ, ഒരൊറ്റ പീസ് ഓഫ് കണ്ടക്ടർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഒരു നോർത്ത് പോൾ ഒരു സൗത്ത് പോളും വെച്ചിട്ടാണ്. അതുപോലെ പോളിൻ്റെ എണ്ണം കൂടും. കണ്ടക്ടർ ഒരു കണ്ടക്ടറിന് പകരം എന്താ ഒരു വൈൻഡിങ് ആയിട്ട് മാറും. ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇതിൽ കണ്ടത് എന്താണ്, സാധാരണ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് പോലൊരു മാഗ്നറ്റാണ്. അത് മാറി ഇലക്ട്രോ മാഗ്നറ്റ് ആവാം,
അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മൾ മോട്ടറിൻ്റെ ഫ്രണ്ട് വ്യൂയുടെ, അതായത് ഒരു ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ നടുക്കെ മുറിച്ചതുപോലെ, അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് ആ റൗണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. മറ്റേ നമുക്ക് സൈഡ് വ്യൂ ആണ്. ഓക്കെ, നമ്മൾ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റൗണ്ടാണ് നമുക്ക് കാണാം. അതിനെ നടുകൽ മുറിച്ചതുപോലെ നിങ്ങൾ ഗ്രാഫിക്സ് പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലാണ് ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒന്നാമത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും, യോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ. ഇതാ യോക്ക് എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട്, പോള് കാണിച്ചിട്ടുണ്ട്. അതുപോലെ പോൾ ഷൂ എന്ന് പറയുന്ന സാധനം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിൽ ഫീൽഡിൻ്റെ വൈൻഡിങ് കാണിച്ചിട്ടുണ്ട്, എവിടെയാണ് ഉണ്ടാവുകയെന്ന്. അതുപോലെ ആർമേച്ചർ എന്ന് പറയുന്ന സാധനം കാണിച്ചിട്ടുണ്ട്. ബ്രഷ് കാണിച്ചിട്ടുണ്ട്. ആർമേച്ചറിൻ്റെ വൈൻഡിങ് കാണിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന സാധനം കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂടിച്ചേർന്നാണ് ആ യോക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പഠിക്കണം. പോൾ വൈൻഡിങ് എന്താ, അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് എന്താണെന്ന് പഠിക്കണം. ആർമേച്ചർ വൈൻഡിങ് എന്താണെന്ന് പഠിക്കണം. എന്താണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പഠിക്കണം. എന്താണ് ബ്രഷ് എന്ന് പഠിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് യോക്കാണ്. യോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, മെക്കാനിക്കൽ ഇഞ്ചുറീസിനെയൊക്കെ ഉള്ളിലുള്ള പോളിനെയൊക്കെ എന്ത് ചെയ്യാനാണ്, സംരക്ഷിക്കാനും. അതുപോലെ തന്നെ നമ്മൾ ഈ പോളിനെ നമ്മൾ അതിലേക്ക് എന്താണ് പോളെന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്ത് പോളാട്ടോ. അപ്പോൾ അത് പോൾ ഫീൽഡാണ്. ഫീൽഡ് വൈൻഡിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പോളിനെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ബോൾട്ട് ചെയ്ത് വെക്കാനും കൂടി ഉള്ള ഒരു ഔട്ടർ പാർട്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പോള് എന്ന് പറയുന്നത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്തിനാണ് നമ്മൾ പറഞ്ഞു അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോൾ. അതിലെ വൈൻഡിങ്ങിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആവുകയും, പെർമനൻറ്റ് മാഗ്നറ്റിന് ഒരിക്കലും നമുക്ക് വലിയ ഒരു ജനറേറ്ററായിട്ട് നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെറിയ മോട്ടോർ ടോയ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കോപ്പർ വൈൻഡിങ് കൊണ്ട് വൈൻഡ് ചെയ്താണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോർത്ത് ആൻഡ് സൗത്ത് പോളും അതിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ വൈൻഡിങ്ങും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർമേച്ചറിൽ വൈൻഡിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആർമേച്ചർ വൈൻഡിങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടക്ടറിൻ്റെ വർക്ക് ചെയ്യുന്നത്. സിംഗിൾ കണ്ടക്ടർ, മൂവ് ചെയ്യുന്ന കണ്ടക്ടർ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്നത് ആർമേച്ചർ കണ്ടക്ടറാണ്. ഈ ഓരോ കണ്ടക്ടറിലും ഉണ്ടാവുന്ന EMF എല്ലാം കൂടി യോജിപ്പിച്ചിട്ടാണ് നമുക്ക് ടോട്ടൽ ഒരു EMF ഇപ്പം ഉണ്ടാവുന്നത്. നമ്മൾ 220 ആണെങ്കിൽ 220 വോൾട്ടേജ്, അല്ലെങ്കിൽ 25 കിലോ വോൾട്ട് ആണെങ്കിൽ 25 കിലോ വോൾട്ട്, അല്ലെങ്കിൽ പിന്നെ എത്രയാണോ നമ്മൾ 11 kV, AC ഉണ്ടാവുന്ന 11 kV ആണോ, അതൊക്കെ ഉണ്ടാവുന്നത് ഈ ആർമേച്ചറിൻ്റെ കണ്ടക്ടറിൽ കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്നത് AC ആയതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും, സൈൻ വേവ് ആയിരിക്കും, AC ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂണി ഡയറക്ഷനിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കമ്മ്യൂട്ടേറ്റർ കറങ്ങുന്ന ഭാഗമാണ്, അതിൽ നിന്ന് നമ്മൾ EMFനെ പുറത്തെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്ററും അതുപോലെ തന്നെ റോട്ടറുമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. DC മെഷീൻ്റെ കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് ഒന്ന് സ്റ്റേറ്റർ, 2 റോട്ടർ. സ്റ്റേറ്ററിൽ എന്താവും, പോൾ ഉണ്ടാവും, ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും, യോക്ക് ഉണ്ടാവും. അതായത് യോക്കാണ് പോളിനെയും ഫീൽഡ് വൈൻഡിങ്ങിനെയും എന്ത് ചെയ്യുന്നത്, താങ്ങി നിർത്തുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ റോട്ടർ. അതായത് സ്റ്റേറ്റർ എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ ഫീൽഡ് എന്ന് പറയും, റോട്ടറിനെ നമ്മൾ എന്ത് പറയും, ആർമേച്ചർ എന്ന് പറയും. ആർമേച്ചർ എന്തുണ്ട്, ആർമേച്ചറും ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ്ങും ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട്. പിന്നെ അതുപോലെ കമ്മ്യൂട്ടേറ്ററും ബ്രഷും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടാവും, അതിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് യോക്ക് എന്ന്. സ്മാൾ മെഷീൻസ് മെയ്ഡ് ബൈ കാസ്റ്റ് അയൺ കൊണ്ടുണ്ടാവുന്ന മെഷീനിൽ സ്മാൾ മെഷീൻസിൽ നമ്മൾ കാസ്റ്റ് അയൺ കൊണ്ടാണ്. അതുപോലെ വലിയ മെഷീൻസിൽ നമ്മൾ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ കൊണ്ടാണ് യോക്ക് ഉണ്ടാവുക. അത് പോളിൻ്റെ സപ്പോർട്ടും അതുപോലെ പ്രൊട്ടക്ഷൻ ടു ദ ഇൻറ്റേർണൽ പാർട്ടുമാണ് നമ്മൾ യോക്കിൻ്റെ മെയിനായിട്ടുള്ള കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഒരു റിട്ടേൺ പാത്തായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്,
ഒരു മാഗ്നറ്റിക് പാത്തായിട്ടും ആര് യൂസ് ചെയ്യുന്നുണ്ട്, എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ യോക്കിനെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് പോൾ ആൻഡ് ഫീൽഡ് വൈൻഡിങ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു അല്ലേ, പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാമല്ലോ. അപ്പോൾ ആ പോള് എന്ന് പറയുന്നത് ലാമിനേറ്റ് ചെയ്ത പോളായിരിക്കും. പോള് ലാമിനേറ്റ് ചെയ്യുന്ന എന്തിനാണ്, സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിനെ പോളിനെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. പോളിനെ ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാനാണ്. എഡ്ഡി കറണ്ട് ലോസ് കുറച്ചാൽ അതാണ് I²R ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീൽഡിനെ ലാമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തിനേയും ലാമിനേറ്റ് ചെയ്യുന്നുണ്ട്, ആർമേച്ചറിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാമിനേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ എന്താണ് യോക്കിൽ ബോൾട്ട് ചെയ്യാന്ന് പറയുന്നത്. എന്നിട്ട് അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വൈൻഡിങ് കൊടുക്കുന്നത്. ഈ ഒന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോള്, ആ പോൾ കോറിലുള്ളതാണ് നമ്മൾ വൈൻഡിങ് എന്ന് പറയുന്നത്. രണ്ടും കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ഫിഗർ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫീൽഡ് വൈൻഡിങ് കോപ്പർ കണ്ടക്ടർ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം ഫിഗർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫീൽഡ് വൈൻഡിങ് ഓഫ് ഫോർമർ ആൻഡ് ഫോർമർ പ്ലേസ്ഡ് അറൗണ്ട് ദ പോൾ. അതായത് രണ്ട് ഫോർമർ ഉണ്ടാവുക. ആ ഫോർമറിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ആ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോഴാണ് അത് എന്ത് ചെയ്യുക, ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോളിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ആർമേച്ചറാണ്. ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ കൊണ്ടാണ് അയൺ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാസ്റ്റ് അയൺ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആർമേച്ചർ ഉണ്ടാക്കിയിട്ടാവുക. സിലിണ്ട്രിക്കൽ ഡ്രം പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്, വലത്ത് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പല പല സ്ലോട്ടുകളുണ്ടാവും. ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ്, അത് 3 ടൈപ്പ് സ്ലോട്ട് ഉണ്ട്. ഓപ്പൺ ടൈപ്പ് ഉണ്ട്, അതുപോലെ സെമി ക്ലോസ്ഡ് ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്. അപ്പോൾ ആ സ്ലോട്ടിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, വൈൻഡിങ് ചെയ്യുക. ആർമേച്ചർ വൈൻഡിങ് ചെയ്യുന്നത് ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും. ഓക്കെ, ഇതാണ് റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. എന്തിൻ്റെ, DC മെഷീൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആർമേച്ചർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്ററാണ്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ റൈറ്റ് സൈഡിൽ, ഈ ഫിഗറിൽ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ആർമേച്ചറിൻ്റെ കോയിൽ എന്ന് പറയുന്നത്, ആർമേച്ചർ കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ വൈൻഡിങ് ചെയ്ത കണ്ടക്ടറുകൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഈ ഫിഗറിൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ബ്രഷ് ആൻഡ് ഹോൾഡറിൻ്റെ മുകളിൽ ഒരു റൈസറായിട്ട് പിന്നെ എന്തുണ്ട്, കോപ്പർ ബാറുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ കോപ്പർ ബാറുകൾ സെഗ്മെൻ്റ് ആയിട്ട് വെച്ചിട്ട് മൈക്ക് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കമ്മ്യൂട്ടേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് വരുന്ന AC വേവ്സിനെയൊക്കെ എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ആയിട്ട് അതിലൂടെ മാത്രം കണക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു DC ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പുറത്തേക്ക് കിട്ടും. നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമുക്ക് എന്തായിട്ട് DC ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകളും കമ്മ്യൂട്ടേറ്ററുകളും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നതും ആർമേച്ചർ എന്ന് പറയുന്നതും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ കറങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റൂല, EMF നേരിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് കാർബണിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെ ബ്രഷുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന EMFനെ കളക്ട് ചെയ്യുക, നമുക്ക് പുറത്തേക്കുള്ള സപ്ലൈയിലേക്ക് അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ബ്രഷ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പല മോട്ടറുകളിലും മിക്സിയിലും ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്രഷ്. അപ്പോൾ അത് ബ്രഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പോൾ ആ കമ്മ്യൂട്ടേറ്ററിലാണ് എന്തുണ്ടാവുക, ബ്രഷ് ഉണ്ടാവുക. ആ ബ്രഷ് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, DC സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ബേസിക് പ്രിൻസിപ്പിൾസുമാണ് നമ്മളിതിൽ പറഞ്ഞത്. ഇതിലെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.